ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൻ്റെയും ആന്ധ്രൻ്റെയും ബോർഡറായ ശ്രീനിവാസപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ മാങ്ങ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നും നമ്മളിന്ന് എവിടെ നിന്നാണ് മാങ്ങ കയറ്റുന്നതെന്നും നമ്മളിന്ന് എവിടേക്കാണ് പോകണമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലുണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടാലോ. ഇന്നത്തെ എല്ലാ കാഴ്ചകളും ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, ബൈ. അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വാ. അയ്യോ, ഗൈസ്, നമ്മള് മാങ്ങ കയറ്റാൻ വേണ്ടി വന്നിട്ടേ വണ്ടി തൂക്കാൻ വേണ്ടി നിർത്തിക്കാട്ടാ. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോ കാലി വെയിറ്റ് എത്രയാന്നുള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് വണ്ടി ലോഡ് കയറ്റിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി തൂക്കണം. തൂക്കലാണെങ്കിൽ എത്രയാണ് വെയിറ്റ്? എത്ര വെയിറ്റ്? 4,200. 4,200 കിലോ വണ്ടി മാത്രം. അതിന് ബാക്കിൽ ആളുണ്ടാ? ബാക്കിൽ ആളുണ്ടെങ്കിൽ പണി വേണം. ഇല്ല ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ തൂക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ തോട്ടത്തേക്ക് പോകണം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്? അമ്മമാരിനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയ പണിയാണ്. എന്താണ്, നമുക്ക് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ട. അയ്യോ അയ്യ വയ്യാ, ഇതാവോ. ഈ അമ്മമാരിനെ കൊണ്ട് ഭയങ്കര ചൊറയാണ് കേട്ടോ. വേറെ അമ്മമാരിൻ്റെ കയ്യിൽ ഞാൻ എന്തെങ്കിലും പേടി. രാവിലെ തുടങ്ങിയാണ് അവരിനെ വെറുപ്പിക്കാനേ. വേറെ ഒന്നും എനിക്കിവിടെ ഉറക്കം വന്നിട്ട് വയ്യ. ഇന്നലെ രാത്രി അവിടുന്ന് ഒരു 10 മണി അങ്ങനെ ആകുമ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നതാണ് കേട്ടോ. ഇത്ര നേരം ഉറങ്ങിയിട്ടില്ല. ഇപ്പം സമയം 10:45, 12 മണിക്കൂറായി. 12 മണിക്കൂറായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അവിടുന്ന്. ഇനിയിപ്പോൾ നമുക്ക് തോട്ടത്തിൽ പോയിട്ട് വണ്ടി ഇട്ടാലോ. പിന്നെ അവര് മാങ്ങ പറിക്കണ സമയത്ത് നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവന്മാരെ വെറുതെ വിളിക്കുന്നത്. ഇവന്മാരാണെങ്കിൽ അവിടെ ഇവിടെ നിന്നിട്ട് പോക്കണം കേട്ടോ അവന്മാർ. ഭയ്യാ, ഓ ശരി. ഇതേ കറങ്ങി വരാനാണ് പറയണത്. നിങ്ങൾക്ക് ഇതേ ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് കൂടെ വരാം അല്ലേ? റിവേഴ്സ് അടിക്കാന്ന് വിചാരിച്ച നടന്നില്ല ഗായ്സ്. അപ്പൊ ഇതാണ് ചിന്താമണി. കണ്ട, ഫ്രണ്ടിൽ ഒരു വലിയൊരു മലയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയ്യാ വാ വാ വാ. അമ്മമാര് വരുന്നുള്ളതാണ്. അമ്മമാര് പിന്നെയും എന്നെ പ്രാന്താക്കാനുള്ള പരിപാടിയാണ്. ഈ മാങ്ങ കയറ്റാൻ വന്നാൽ ശരിക്കും ഒരു ചൊറ പരിപാടി ഉണ്ടാ. ഈ നമ്മള് മുന്തിരി കയറ്റുന്ന പോലെ ഒന്നും അല്ല ഈ മാങ്ങ. ഇത് ഫാൾട്ട് കൂടുതല്, അതേപോലെ തന്നെ നമ്മള് പോസ്റ്റ് കൂടുതലാണ്. നമ്മൾ ഭയങ്കര പോസ്റ്റാണ്. വേണോ വേണോ. ഹായ് 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 ഹായ്. ഹലോ ഹലോ. പോവാ പോവാടാ ഭയ്യാ, പോവാ. ലൊക്കേഷൻ കിട്ടിയാ? അടിപൊളി, സൂപ്പർ. ആ പോവാ. ലെഫ്റ്റോ റൈറ്റോ? ലെഫ്റ്റ്. അപ്പൊ നമുക്ക് നേരെ ലെഫ്റ്റിക്ക് പോവാ. ഇനി നമ്മൾ നേരെ തോട്ടത്തേക്ക് പോവാണ്ട. അവിടെ വണ്ടിയില്ല, നേരെ ഇതേ പോവാ. ഓക്കെ, നമുക്ക് നേരെ തോട്ടത്ത് പോയി കാണാം അല്ലേ? നേരെ തോട്ടത്ത് പോയി കാണാം. അവിടെ പോയിട്ട് നമുക്ക് മാങ്ങ വെക്കാം. ഓക്കെ ഗൈസ്, ഈ സ്ഥലമൊക്കെ കണ്ട അടിപൊളിയല്ലേ? നമ്മുടെ അവിടുത്തെ മണ്ണ് പോലൊന്നും അല്ല. ഇവിടെയൊക്കെ ഭയങ്കര ചുവപ്പ് കളർ മണ്ണാണ്. ബഹുത്ത് സുന്ദര ഇല്ലടാ ഭയ്യ. അവിടെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാപ്പ് നോക്കിയിട്ട് പോകണം, ഇല്ലെങ്കിൽ വഴുതിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ പോകും. ഈ കാണുന്നതാണ് കോളിഫ്ലവർ.
കോളിഫ്ലവർ തോട്ടം. ആ കൊരങ്ങ तुम्हारा दोस्त है या? दोस्त है, फ्रेंड है. ഗൈസ്, റൈറ്റ് സൈഡ് കാണുന്നത് കോളിഫ്ലവർ, ലെഫ്റ്റ് സൈഡ് കാണുന്നത് മുളക് ആണോ. പിന്നെ അപ്പുറത്ത് കാണുന്നത് എന്ത് സാധനം ഒന്നും അറിയില്ല. ഇതെന്താ കരിമ്പാ? കരിമ്പ് കരിമ്പുണ്ട. കരിമ്പ് നമ്മൾ തോട്ടത്തേക്ക് പോകുമ്പോ കുറച്ചും കൂടെ ഉള്ളു. സൂപ്പറായിട്ടില്ലേ? എന്താ സംഭവം? എന്തൊക്കെയോ ഉണ്ടോ ഒന്നും മനസ്സിലാണല്ലോ. ഇവിടുത്തെ മണ്ണ് നോക്കണ്ട, മണ്ണ് ചുവപ്പ് കളറില്ലേ, നമ്മുടെ അവിടുത്തെ പോലെ ഇല്ല. അയ്യോ എത്തിയടാ അവരുടെ തോട്ടം. എന്താ തോട്ടം? ആ തോട്ടം എത്തി. ചോട്ടാ തോട്ടം. അതാ ലൊക്കേഷൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. 12 മണിയാകുമ്പോൾ ഇവിടെ എത്തി. 12 മണിക്ക് എത്തിയിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഇതിപ്പോൾ സമയമില്ലേ. അപ്പോൾ ശരി. വീഡിയോ വെറുതെ യൂട്യൂബ്. എന്താ അവര് പറയണത് എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറയണ അവർക്കും മനസ്സിലാവില്ല. കാരണം അവിടെ ഒരാൾ പുല്ലും കൊണ്ട് വരും നോക്കതാ. വേണ പോട്ടെ. അതാ പോയി. കണ്ടില്ലേ? അപ്പോൾ ഞാനേ ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ എത്തിയാണ്. വന്നിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ബാക്കിൽ അവർ മാങ്ങ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ടേ എന്താ പരിപാടി നോക്കാം. ഇതിപ്പോൾ ഇന്നാകുമോ അതോ ഇപ്പോൾ നാളെ ആകുമോ എന്നറിയില്ല. മാങ്ങയ്ക്ക് വന്നു പറഞ്ഞാൽ എന്തായാലും ഹാൾട്ട് ഉറപ്പാണ്. ഇന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഹാൾട്ട് ഇല്ലാണ്ട് വീട്ടിൽ പോവാം, ഇല്ല പറഞ്ഞാൽ നമ്മുടെ ഹാൾട്ടാവും. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. അതാ ആഹാ, നമ്മൾ വണ്ടിയിൽ കുറച്ചായിട്ടുണ്ട്. 10-20 ആയിട്ടുണ്ട്. ബാക്കി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് മല്ലികയാണോ? ഫുള്ള് മല്ലിക ഫുള്ള് മല്ലിക. ഇതൊക്കെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പഴുക്കും. ഇതാ വരുന്നു വാങ്ങിക്കൊണ്ട്. അവിടെ നോക്കിയാണ് കൊണ്ടുവരുന്നത്. ഉള്ളിലാണ് തോട്ടമല്ല. അത് ഈ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇതിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല ഈ കാണുന്ന ഈ മരത്തിലൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ വലിച്ചു കഴിഞ്ഞു. ഇവിടത്തൊക്കെ വലിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഉള്ളിലേക്ക് എവിടേക്കാണ് പോണത്. വീഡിയോ യൂട്യൂബ് വേണ്ടാളാ. നീ വേഗം പോയി ലോഡ് കയറ്റി തടാ. അപ്പം ഞാൻ വീട്ടിൽ പോട്ടെ. അതന്നെ സംഭവം. പൊക്കോ. കണ്ടാ എത്ര ഉള്ളു മരം, ചെറിയ മരം ഉണ്ടാ. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും പരിപാടി. ഇടയിൽ കൂടെ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ കൃഷി ഉണ്ടല്ലോ ഇപ്പം. മാങ്ങ കൃഷി, മുളക് കൃഷി, പിന്നെ മുരിങ്ങ കൃഷി എല്ലാം ഉണ്ട് ഈ തോട്ടത്തിനുള്ളിൽ. പിന്നെ മുളക് കാണാം, മുളക് തൂങ്ങി കിടക്കുന്നു മുളക്. ഗൈസ് മുളക് കണ്ടോ ഗൈസ്? കണ്ട മുളക് പഴുത്തല്ലോ ഇത്. ആഹാ, നല്ല ചമ്മന്തി അരച്ചല്ലേ, നല്ല കപ്പയും മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ട ചെറിയ മരം. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ ലോഡാവും. ഭാഗ്യമില്ല പറഞ്ഞാൽ നമുക്ക് നേരെ ശ്രീനിവാസപുരം മാർക്കറ്റിൽ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങാം. അവിടെ രാശാട്ടം വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കമ്പനി വണ്ടി ഒരേ വണ്ടിയാണ്. ആളവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ നേരെ മാർക്കറ്റിൽ പോയിട്ട് അവിടെ കിടക്കാം. ലോഡായില്ലെങ്കിൽ ഇനിയിപ്പോൾ ലോഡായാൽ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോവാം പാലക്കാട്. അപ്പോൾ നാളെ അവിടെ ഒരു ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തും. കുറച്ച് മാങ്ങ വീട്ടിൽ കൊണ്ടുപോകണം. നല്ല അടിപൊളി മാങ്ങയാണിത്, നല്ല ടേസ്റ്റാണ്.
കൂട്ടി കൂട്ടി ഇട്ടിരിക്കണ്ട ഇഷ്ടം പോലെ ഒരെണ്ണം തിന്നാച്ചു. ഗൈസ് നമ്മൾ രാവിലെ വണ്ടി തൂക്കിയ അതേ സ്ഥലത്താണ് കേട്ടോ ഇപ്പൊ ലോഡ് കയറ്റിട്ട് വന്നിട്ട് തൂക്കണത്. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പൊ അറിയാം വണ്ടിയിൽ എത്ര വെയിറ്റ്, അതായത് മാങ്ങ എത്ര കയറിയിട്ടുണ്ട്, മാങ്ങ എത്ര കയറിയിട്ടുണ്ടെന്നുള്ളത് അപ്പം അറിയാൻ പറ്റും. ഓടാ ഓക്കേടാ ഭയ്യ. അവിടെ നിന്ന് കൈ കാണിക്കണം പോകട്ടെ. അപ്പോൾ നമ്മളത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയില്ലേ നമുക്ക് പോയി നോക്കാം എത്ര ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. ഓക്കെ 6,190. എത്ര വെക്കണം ഗൈസ്? അങ്ങനെ നമ്മൾ തൂക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ തൂക്കി കഴിഞ്ഞപ്പോൾ രാവിലെ 4,200 ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടൽ ലോഡടക്കം 6,190 ലോഡ് മാത്രമായിട്ട്, വണ്ടിയിലുള്ള മാങ്ങ മാത്രമായിട്ട് 1,990 ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി പോയാലോ, ബാക്കി നമുക്ക് മാർക്കറ്റ് പോയി കയറ്റാം. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിനുള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, കൂട്ടിയിട്ടിരിക്കണത്. എന്താ രാജേട്ടൻ വന്നു. ഇതാണ് മിസ്റ്റർ രാജേഷ്. മല്ലിക ഇത് നിങ്ങളെ കൊണ്ടുവന്നേനാണ് അല്ലേ? മനസ്സിലായില്ല. അപ്പൊ അത് ഇറക്കിണ്ടാവോ? അങ്ങനെ ഇത് നമുക്കുള്ളതാണത്. ഒരു ലോഡ് ഫുള്ള് മല്ലിക ആയിരിക്കും ഇനി. അങ്ങനെ ആയിരിക്കും. വലിയൊരു മാർക്കറ്റാണ്. വലിയൊരു മാർക്കറ്റ്. കാര്യം ചെയ്യാം, എന്റെ വണ്ടി മല്ലിക കിട്ടുക. നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണ്ട, എന്റെ തന്നെ ഇവിടെ കിടത്താനല്ലേ. നിങ്ങളെ അഭിപ്രായം എന്താ പറയാൻ എനിക്കറിയാം. ആ മാങ്ങയും കൊണ്ട് ഇതിൽ കയറിയിട്ട് നിങ്ങൾ പോകാന്നല്ലേ. അത് വേണ്ട. ഇതെന്താ സാധനം, ഇതെന്താ ഇരിക്കണേ? സൊക്കപ്പ. സൊക്കപ്പന്റെ മല്ലിക മാങ്ങ കേട്ടോ. അത് സൊക്കപ്പന്റെ മാങ്ങ. ആരാണ് ഈ സൊക്കപ്പ? ഈ പച്ചട്രേ മൊത്തം നമ്മുടെയാണ്. കണ്ടില്ലേ, പച്ചട്രേ മൊത്തം നമ്മുടെയാണ്. പിന്നെ ഈ കാണുന്ന മാങ്ങ മുഴുവൻ നമുക്ക് കയറ്റാനുള്ള കേട്ടോ. ഏകദേശം ഒരു 100 ട്രേങ്കിലും ഉണ്ടാവും. ഇത് ഒരു കട മാത്രമാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഈ ലൈന് മൊത്തം, പിന്നെ അവിടെ മുഴുവൻ വലിയ മാർക്കറ്റാണ് കേട്ടത്. ഒരാൾ പായനൊക്കെ എടുത്ത് വണ്ടി കൊണ്ടുവരുന്നത്. ഏതിലവിടെ ഫ്രണ്ടിലാ വെച്ചിക്കണേ? ആ ഫ്രണ്ടിലല്ലേ? ആ കണ്ട് ഓ അവിടെ വെച്ചിക്കണേ. അതിൽ ഫുള്ളായി കയറ്റും. ഈ വണ്ടി ഒരു 4 മണിയാകുമ്പോൾ പോവും. ഇതൊരു 4 മണിയും പോവും. ഞാനൊരു 6-7 മണിയാകുമ്പോൾ ഞാനും പോവും. അപ്പോൾ ഇതെവിടെയാണ് കയറ്റുന്നത് കേട്ടോ. അതാണ് അവിടെ സ്പോട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്തായാലും ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോയി ഉറങ്ങിയിട്ട് രാവിലെ ഒരു 5 മണിക്ക് അടിച്ച് നോക്കാം. അപ്പോഴും ഒരു ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ വണ്ടി പോവും. പിന്നെ എൻ്റെ വണ്ടിക്കുള്ളത് ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വേറൊരു ദിവസം വരാം. എന്നാൽ ശരി, ബൈ.